നമസ്കാരം. ജനൻ ടി വി അവതരിപ്പിക്കുന്ന ജീവനം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MVR ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരായ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരും അതുപോലെ ഡോക്ടർ സുധീഷുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ക്യാൻസറാണ്. ഈ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് തടയാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം, അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമേ ഡോക്ടർ പ്രശാന്ത് പരമേശ്വർ, അതായത് അങ്ങ് ഒരുപാട് ചികിത്സ നടത്തുന്ന ഒരാളാണ്, ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് അങ്ങ്. അപ്പോൾ ഈ ചികിത്സയിൽ ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നത് എന്താണ് ഈ രോഗികളുടെ ആരോഗ്യ കാര്യത്തെ സംബന്ധിച്ച്? നമ്മുടെ നാട്ടിൽ ആരോഗ്യപ്രദമായിട്ട് രോഗി ഫിറ്റല്ല എന്നുള്ളൊരു സംഭവമാണ് കുറേ സമയം ഈ ചികിത്സയുടെ ഇടയിൽ ഞങ്ങൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിൻ്റെ പുറമെ സാമ്പത്തികവും മാനസികവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരു ആരോഗ്യം വളരെ വലിയൊരു പ്രശ്നമാണ് ക്യാൻസറിൽ. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കടമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം നോക്കണം എന്നാണ്. ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഉണ്ട്. പക്ഷേ ആ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ രോഗിയുടെ ബിൽട്ട്, വെയ്റ്റ്, ഘടന, മസിലിൻ്റെ ബൾക്ക്, അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഈ രോഗികളിൽ അല്ലെങ്കിൽ ക്യാൻസറുള്ള രോഗികളിൽ ശോഷിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതി കൃത്യമായിരിക്കില്ല. അതിൻ്റെ പുറമെ ഇങ്ങനത്തെ ഒരു അസുഖം കൂടിയും വരുമ്പോൾ ഈ ശരീരപേശികളുടെയൊക്കെ വണ്ണവും ഇതൊക്കെ ശോഷിക്കുമ്പോൾ രോഗി പെട്ടെന്ന് ആരോഗ്യം മോശമാവുന്നു. അപ്പോൾ കുറേ രോഗികളിൽ ഇന്നും ഒരു 10-ൽ 1-2 രോഗികൾക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ OP യിൽ നിന്ന് തിരിച്ചയക്കുകയാണ്. കാരണം ഇതിപ്പോൾ ചികിത്സിക്കാൻ പറ്റില്ല, ആ ചികിത്സ താങ്ങാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ല. അപ്പോൾ അതാണ് നമ്മളും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള വ്യത്യാസം. പാശ്ചാത്യ ലോകത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം കുറച്ചും കൂടി ക്രമീകരിക്കണം, കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ വരുന്നൊരു അസുഖമാണ് ക്യാൻസർ, പ്രായമായവർക്ക് വരുന്നൊരു അസുഖം. അപ്പോൾ ഈ പ്രായം കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പേശികളൊക്കെ ശോഷിക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു പ്രോട്ടീൻ റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ മാത്രമല്ലെങ്കിലും ഒരു പ്രോട്ടീനിന് നല്ല ഒരു പ്രാതിനിധ്യം കൊടുത്ത് നമ്മുടെ ഭക്ഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ ഇടവേളയിൽ, ഇപ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് പഠനം കണ്ടിട്ടുള്ളത്. കാരണം ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മിക്ക ചികിത്സകളും സുഖമായിട്ട് താങ്ങാൻ പറ്റും, സൈഡ് ഇഫക്റ്റുകൾ കുറയും, കൃത്യമായിട്ടുള്ള ഇടവേളകൾ ചികിത്സകൾ തീർക്കാൻ പറ്റും. അതുകൊണ്ട് ചികിത്സയുടെ റിസൾട്ടും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ആരോഗ്യം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മലയാളികളുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഈ അസുഖം വിളിച്ചു വരുത്തുന്ന ഒന്നാണല്ലേ ഡോക്ടറെ? വളരെ പ്രധാനമാണത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ വീടുകളിൽ കാണുന്നത് ഇത് തന്നെയാണ്. നമ്മൾ കുറേ ചോറെടുക്കും, ചോറിൻ്റെ മുകളിൽ ചെറിയ കുറച്ച് സാമ്പാർ ഒഴിക്കും, പേരിനൊരു ഉപ്പേരിയും പിന്നെ ഒരു മീൻ വറുത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മത്സ്യം ഉണ്ടാവും അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണ്. നമ്മളതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് തീരെ ഇല്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയോ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഡബിൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ. അപ്പോൾ ആ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ ഫുഡിൽ വളരെ കുറവാണ്. അത് വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ പ്രോട്ടീൻ കിട്ടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇതിൻ്റെ പുറമെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. അതാണ് ഒരു കംപ്ലീറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു കറക്റ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫ്രൂട്ട്സ്, മിനറൽസ്, വെജിറ്റബിൾസ് അതൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ അതിൽ ഈ പ്രോട്ടീൻ ഘടനയ്ക്ക് കുറച്ചും കൂടി നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഊന്നൽ ഇല്ല. പല ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് പല ക്യാൻസർ പേഷ്യൻസ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തിരിച്ചു പോയി നോക്കിയാൽ മതി, ഇന്ന് നമ്മൾ എന്ത് കഴിച്ചു. അപ്പോൾ ഒരു ദിവസം 2 മുട്ട കഴിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരു പച്ചക്കറിക്കാരനല്ല ഞാൻ പറയണത്, അപ്പോൾ സാധാരണ നോൺ വെജ് കഴിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 2 മുട്ടയുടെ വെള്ളയെങ്കിലും ഡെയിലി കഴിക്കുന്നത് എന്തുകൊണ്ടും അവരുടെ പ്രോട്ടീൻ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന ആളുകൾ തന്നെ കുറവായിരിക്കും. പാൽ ശരിക്കും നല്ലതാണ്, പാലിന് അങ്ങനെ പ്രോട്ടീൻ ഉണ്ട്. ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി ആണെങ്കിൽ പയർ കഴിക്കാം, അല്ലെങ്കിൽ സോയാബീൻ കഴിക്കാം. എന്തെങ്കിലും ആണെങ്കിലും നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ കൂട്ടിയേ പറ്റും. ഡോക്ടർ സുധീഷ്, അതായത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്യാൻസർ അതിജീവിച്ച ഒരാളെ സംബന്ധിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതൊരു തരത്തിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വരെ സഹായിക്കുമോ? ഒരു വ്യക്തിക്ക് ആവറേജ് ഒരു ലൈഫ് ടൈം റിസ്ക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 30-40% ആണ്. ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള അവരുടെ ആയുസ്സിൽ വരാനുള്ള റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച ഡയറ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻ എന്നുള്ളത് മാത്രമല്ല, പ്രോട്ടീൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മൾ ക്യാൻസർ തടയാനുള്ള ഭക്ഷണത്തിനേക്കാളും കൂടുതൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പ്രോസസ്ഡ് ഫുഡ്. ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ പ്രോസസ്ഡ് മീറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൻ, പോർക്ക്, ഇതെല്ലാം ഒരു മലാശയത്തിലെയോ അല്ലെങ്കിൽ കുടലിലേക്കോ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂട്ടുന്ന ഫുഡാണ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ സ്മോക്ക്ഡ് ഫുഡ്, അതായത് ചുട്ട് കഴിക്കുന്ന ഇറച്ചി. നമ്മളിപ്പോൾ ഇറച്ചി ചുട്ട് കഴിക്കുക, അതായത് നമ്മുടെ പല അറബിക് ഫുഡുകളും അൽഫാം പോലത്തെ ട്രെൻഡാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ് അൽഫാം കഴിക്കുക. അൽഫാം അല്ലെങ്കിൽ ഈ സ്മോക്ക്ഡ് ഫുഡ്, ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് തീയിൽ നേരിട്ട് വെച്ച് ചുട്ട് കരിച്ച് കഴിക്കുന്ന ഇറച്ചി, അത് ഭയങ്കര റിസ്ക് കൂട്ടുന്ന, ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്ന ഒരു ഫുഡാണ്. പിന്നെ ഉള്ളത് ചില പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഈ ഡോക്ടർ ഒരു കാര്യം, അതായത് ഇങ്ങനെ സ്മോക്കി ഫുഡ് ദിവസേന കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ക്യാൻസർ വരാനുള്ള വളരെ കൂടുതലാണ്. വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല. ഇപ്പോൾ റെഡ് മീറ്റ്, ബീഫ് ആണെങ്കിലും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബീഫ് ഇനി പോലും നിർത്തുക എന്നുള്ളതല്ല. വല്ലപ്പോഴും മാസത്തിൽ ഒരു 3-4 തവണ ബീഫ് കഴിക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് പ്രോട്ടീൻ റിച്ച് ആയ ഫുഡാണ്, നല്ലതുമാണ്. അതുപോലെ പക്ഷേ ഈ അൽഫാം പോലത്തെ സാധനങ്ങളും പ്രോസസ്ഡ് ഫുഡും ഇതൊക്കെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 3-4 തവണ ഇത് കഴിക്കുന്ന ഒരു ശീലം ക്യാൻസർ റിസ്ക് വളരെയധികം കൂട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ചില അച്ചാറുകളുണ്ടാവും. അച്ചാറുകളൊക്കെ ആണെങ്കിൽ, അച്ചാർ അല്ലെങ്കിൽ പല ഫുഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ച അച്ചാറിൻ്റെ മുകളിൽ ചിലപ്പോൾ തുറക്കുമ്പോൾ ചെറിയൊരു പൂപ്പൽ വന്നിട്ടുണ്ടാവും. ഈ പൂപ്പൽ വരുന്ന നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു കുപ്പി വലിയ ജാറിൻ്റെ അച്ചാറായിരിക്കും, അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ലെയർ എടുത്ത് കളഞ്ഞിട്ട് അച്ചാർ വീണ്ടും ഉപയോഗിക്കും. പക്ഷേ ഈ പൂപ്പൽ എന്ന് പറഞ്ഞാൽ ഫംഗസാണ്. ഈ ഫംഗസിലുണ്ടാകുന്ന ചില ടോക്സിൻസ് ഉണ്ടാവും, അത് അതിലേക്ക് ഓൾറെഡി പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും, അത് അച്ചാറിലായിട്ടുണ്ടാവും. അത് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് ക്യാൻസർ റിസ്ക് കൂട്ടുന്ന സാധനം തന്നെയാണ്. പിന്നെയുള്ള ഈ പറയുന്ന ഈ ഫാസ്റ്റ് ഫുഡ്, ഈ ട്രാൻസ് ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിവതും ഒഴിവാക്കുക. തീരെ കഴിക്കരുതെന്നല്ല ഉദ്ദേശിക്കുന്നത്, കഴിവതും ഒഴിവാക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ട് ഡയറ്റ് എന്താ വെച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഓരോ റീജിയനിലും ഇപ്പോൾ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയും ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കണമെന്ന്, ചപ്പാത്തി മാത്രമേ കഴിക്കാവുള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റൈസ് ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്, പക്ഷേ അതിൻ്റെ അളവാണ് പ്രധാനം. ഇപ്പോൾ നമ്മളൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ ആണെങ്കിലും ഇലയിലിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കുമ്പാരം കൊട്ടി ചോറ് വെച്ചിട്ടുണ്ടാവും, പിന്നെ കുറച്ച് സാമ്പാർ, പിന്നെ കുറച്ച് കറികളും, ഇതെല്ലാം, പിന്നെ ഒരു പായസം, എല്ലാം കഴിച്ചു. ഇതാണ് ഇതിൽ. പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റാണ് ഇതിലെല്ലാം നമ്മൾ ഈ കഴിക്കുന്നതെല്ലാം. അപ്പോൾ അതിന് പകരം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ചോറ് കഴിക്കാം, പക്ഷെ അളവ് കുറയ്ക്കുക. പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ആരോഗ്യം ബെറ്ററാവും, പൊതുവേ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവും കൂടും. ഇത്തരത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ ക്യാൻസർ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കും. പ്രോട്ടീൻ മാത്രമല്ല, നമുക്ക് പ്രതിരോധം കൂട്ടാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ അതിന് കൂടുതലായിട്ട് വേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ്, അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വേണം, ഒരു 40-50% കാർബോഹൈഡ്രേറ്റ് വേണം, ഒരു 30% പ്രോട്ടീൻ വേണം, ഒരു 10% ഫാറ്റ് വേണം. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം. ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പോൾ കുറേ ചോറും കുറച്ച് കറികളും കുറേ അച്ചാറും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയുമായിരിക്കും, പക്ഷെ നമ്മുടെ ആരോഗ്യം ഏറ്റവും വളരെ. അപ്പോൾ ഇമ്മ്യൂണിറ്റി കിട്ടണം പറഞ്ഞാൽ നല്ല വെജിറ്റബിൾസ് തന്നെ കഴിക്കണം. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിനകത്ത് ഒരു സാർ ഇപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പം ക്യാൻസറിന് കോസസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടോ? ഇന്ന ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരില്ല നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചാൽ പൊതുവേ നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രതിരോധം വർദ്ധിക്കും. അത് സബ്സിക്വൻ്റ്ലി നമ്മൾ ക്യാൻസറിനോട് പ്രതിരോധം കൂടും. അതിനാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. എന്ന് വെച്ചാൽ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര വില കൂടിയ പുറത്തുനിന്ന് കിട്ടുന്ന വലിയ ഭക്ഷണം അങ്ങനെയില്ല. നമ്മൾ പലപ്പോഴും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗർഭിണികൾ, രോഗികളായിരിക്കും അതിൻ്റെ കഷ്ടപ്പെടാൻ വരിക. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ കിട്ടാത്ത ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടും നട്ട്സ്
അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അത് കഴിക്കാം. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിച്ചാലും ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്നതാണ്. വെജിറ്റബിൾസും കഴിക്കുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ, ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കാം. ഇപ്പം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ആ പേഷ്യൻറ്റ് ഇപ്പോൾ ഒരു ദിവസം ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിൾ, ഒരു 4 ആപ്പിൾ ഒരു ദിവസം കഴിക്കുന്നു, ഒരു പേരക്ക കഴിക്കുന്നു, അങ്ങനെ കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയാണോ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ടോ? മാനദണ്ഡമുണ്ട്. കാരണം ഒരു 4 ആപ്പിൾ ഡെയിലി കഴിച്ചിട്ട് വയറ് നിറയ്ക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ്സ് സ്റ്റഡീഡാണ്. അപ്പോൾ ഒരു 1 to 1.5 ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീൻ ഒരാൾക്ക് വേണമെന്നാണ് പെർ ഡേ. അപ്പോൾ ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 60 തൊട്ട് 90 ഗ്രാം പ്രോട്ടീൻ വേണമെന്നാണ് ശരിക്കും, ഒരു മസിൽ മാസ് കുറയാതെ നിൽക്കണമെങ്കിൽ. അപ്പോൾ ഒരു 1 ഗ്രാം പെർ കിലോഗ്രാമാണ് ഞാൻ പൊതുവെ പറയാം. സാധാരണ നമ്മളൊരു അത്ലറ്റോ കളിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ 1.5 ഗ്രാമൊക്കെ വേണമെന്ന് പറയുമെങ്കിലും സാധാരണ ഒരു മലയാളിക്ക് ഒരു 1 ഗ്രാം പെർ കിലോഗ്രാം. അപ്പോൾ 60 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ കിട്ടണമെങ്കിൽ ഒരു കോഴിമുട്ടയുടെ വെള്ളയിലുള്ളത് 3 ഗ്രാമാണ്. അപ്പോൾ 2 മുട്ട കഴിച്ചാൽ 6 ഗ്രാമാണ് കിട്ടുക. പാലിൽ 4 ഗ്രാമാണ്. അപ്പോൾ 6 4 10. ഇനി നിങ്ങൾ 2 ചിക്കൻ പീസ് എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ വീണ്ടും ഒരു 15 ഗ്രാം കിട്ടും. അപ്പോൾ 10 15 25 വിഷയം. അപ്പോൾ എന്തൊക്കെ നമ്മുടെ ഡയറ്റ് നോക്കിയാലും നമുക്കൊരു 25-30 ഗ്രാമേ പറ്റുള്ളൂ. ശരി, ഈ ക്യാൻസർ രോഗികളെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഒരു ശരീരത്തിൽ മസിൽസ് ആണ് നമ്മുടെ വെയിറ്റ് തീരുമാനിക്കുന്നത്. മസിൽ ആൻഡ് ബോൺസ്, അതാണ് നമ്മുടെ സാധാരണ വെയിറ്റും ഇതും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മസിലിൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ശേഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിൻ്റെ ഘടന, മസിലിൻ്റെ വെയിറ്റ് അത് തന്നെത്താൻ ശോഷിച്ചു പോകും, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഇൻവേരിയബിളി മസിലിൻ്റെ കുറയും. അപ്പോൾ മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മസിലിൻ്റെ ശേഷി നിലനിർത്തണമെങ്കിൽ പ്രോട്ടീൻ അനിവാര്യമാണ്. ഇതിൻ്റെ പുറമെ എക്സസൈസും ചെയ്യണം. ചെറിയൊരു എക്സസൈസ് ചെയ്യണം. നടന്നാൽ മതി, കൈ വീശി നടന്നാൽ മതി. പക്ഷെ നമ്മുടെ എല്ലാ ബോഡി പാർട്സും ഇളകുന്ന മാതിരി നമ്മൾ എന്തെങ്കിലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റോ ചെയ്യണം. അതിൻ്റെ പുറമെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾക്കൊള്ളണം. ഞാനിപ്പോൾ എല്ലാ രോഗികളുടെ പറയാറുണ്ട്, രോഗികളുടെ കൂടെ വരുന്നവരുടെ പറയാറുണ്ട്, പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. എന്ന് വെച്ച് കുറേ പ്രോട്ടീൻ പൊടി വാങ്ങി കഴിക്കലല്ല, നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഏതാണ് കൃത്യമായിട്ട് പ്രോട്ടീൻ. ഇപ്പോൾ നേരത്തെ സുധീഷ് പറഞ്ഞ മാതിരി നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എത്ര വേണം. അപ്പോൾ നമ്മൾ ചോറെടുക്കണം, ചോറെടുക്കായല്ല, പക്ഷെ അതിൻ്റെ ഒപ്പം അത്രയും അല്ലെങ്കിൽ അതിലും കൂടുതൽ മത്സ്യവും മുട്ടയും പച്ചക്കറിയും ഇതും കഴിക്കണം. ഇതിൻ്റെ പുറമെ ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ ഒരു 1 ഗ്രാം പെർ കിലോഗ്രാം, നേരത്തെ പറഞ്ഞ മാതിരി ഒരു 60 ഗ്രാംസ്, ഒരു 60 കിലോ ഉള്ള ഒരാൾക്ക് ഒരു പ്രോട്ടീൻ കിട്ടുന്നതിന് ഒരു 40 എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ശരി, മറ്റ് ക്യാൻസർ രോഗികൾ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ അവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും ഒരു ചികിത്സയിലൂടെ കടന്നു പോകുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും കഴിക്കാൻ തോന്നില്ല. കാരണം ഈ ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അതിനൊരു സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ ബോഡിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ദ്രവക രൂപത്തിലുള്ള കുറച്ച് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ജോലി നമ്മുടെ അപ്പിറ്റൈറ്റ് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ വിശപ്പ് കുറയ്ക്കുകയാണ്. അപ്പോൾ വിശപ്പ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് വരും. വെയിറ്റ് ലോസ് വന്ന് വിശപ്പ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ബേസിക്കലി ഒരു വിശപ്പില്ലായ്മ സ്ഥിരമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പൊതുവെ പറയാറുള്ളത്, ഒന്ന് അസുഖം ചികിത്സിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശപ്പ് തിരിച്ചു വരാറുണ്ട്, അസുഖം കൺട്രോൾ ചെയ്താൽ. പക്ഷെ അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ബേസിക് ആരോഗ്യം വേണം. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ ഉള്ള ഭക്ഷണം, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം തന്നെ നമ്മൾ വ്യത്യസ്തമാക്കണം, വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ ജ്യൂസ് കുടിച്ചിട്ട് വയറ് നിറയ്ക്കാനായിരിക്കും അവർക്ക് താല്പര്യം, പക്ഷേ ജ്യൂസ് കൊടുത്ത് വയറ് നിറയ്ക്കരുത്. അതിന് പകരം പാലിൽ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബദാമിൻ്റെ പൊടിയോ അങ്ങനെ ഇതിൽ ഇട്ടിട്ട് വേണം അവർക്ക് പാൽ കുടിപ്പിക്കാൻ. അപ്പോൾ ഒരു വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞ സമയത്ത് 1/2 ഗ്ലാസ് കുടിപ്പിച്ചാൽ മതി. അപ്പോൾ 2 ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു 1/2 ഗ്ലാസ് പാലും ബദാമും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഉള്ള ഭക്ഷണം കൂടുതൽ റിച്ചാക്കും. ഇപ്പോൾ ചോറുണ്ടാണ്, ഞാൻ പൊതുവെ രോഗികളുടെ അടുത്ത് പറയാറുള്ളതാണ്, ചോറ് എത്രയാണ് എടുത്തോളൂ, അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. സോ എന്തെങ്കിലും എക്സ്ട്രാ നമ്മളത് ചെയ്ത് കൊടുക്കണം. ഒരു ഫിഷ് ഡെഫിനറ്റ്ലി, ഒരു മത്സ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ മത്സ്യത്തിൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഘടന കുറച്ച് മാറ്റി ഉള്ളത് റിച്ചാക്കുക, പ്രോട്ടീൻ റിച്ചാക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പുറത്തുനിന്നുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. തീരെ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, കുറച്ച് നാളെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഈ ജിമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെക്കാട്ടിലും കൂടുതൽ
പഠനങ്ങളിൽ തെളിയിച്ച് രോഗികളിൽ ഉപകാരം കണ്ടിട്ടുള്ള കുറേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. 1 മാസം 2 മാസം കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ജീവിതകാലം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ചികിത്സ കറക്റ്റായിട്ട് തീർക്കാനും ആ ട്രീറ്റ്മെൻറ്റ് വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാതെ താങ്ങാനും ആ രോഗികൾക്ക് സഹായമായി കാണാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ക്യാൻസർ രോഗികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്? ഈ വേ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ ജിമ്മുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുക. ഈ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ വേ പ്രോട്ടീൻ ജിമ്മിൽ പോകാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വേ പ്രോട്ടീൻ വാങ്ങി വയ്ക്കും. എന്നിട്ട് പിന്നെ ജിമ്മിൽ തന്നെ പോയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഈ വേ പ്രോട്ടീൻ എടുക്കണമെന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് വിചാരിക്കുന്ന നമ്മളൊരു സാധാരണ ഇപ്പോൾ ഒരു ഹോർലിക്സ് കലക്കി കുടിച്ചോട്ടെ, ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ഇതിൻ്റെ പേര് പറയണമെന്നേ ഉള്ളൂ, ഒന്നിൻ്റെ എതിരല്ല ഞാൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു മലയാളി അത് നോക്കേണ്ട സമയമായി. അപ്പോൾ മിക്ക ഹെൽത്ത് ഡ്രിങ്കുകളും ഏതും ആയിക്കോട്ടെ അതിലുള്ള പ്രോട്ടീൻ കണ്ടൻസ് ഒക്കെ ആവശ്യത്തിനില്ല. അപ്പോൾ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റുള്ള പ്രോട്ടീൻ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്, വിച്ച് ആർ പ്രൂവൺ. അപ്പോൾ അതിൻ്റെ പേര് വേ പ്രോട്ടീൻ, ഐസൊലേറ്റ് വേ, അല്ലെങ്കിൽ എന്തും പേരും ആയിക്കോട്ടെ. പക്ഷെ അതിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയോ ഒരു ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ വയസ്സും, ഇപ്പോൾ കിഡ്നിയുടെ ഘടനയൊക്കെ നോക്കണം. ഇപ്പോൾ ക്രിയാറ്റിനൊക്കെ നോക്കിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാൾക്ക് കുറേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് തകരാറ് കൂടും. അപ്പോൾ നമ്മളൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെയോ നോക്കി എന്നിട്ട് അതിനുശേഷം എന്ത് റീപ്ലേസ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഡോക്ടർ സുധീഷ്, അതായത് ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്? ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു വ്യക്തി ഒരു ദിവസം ഒരു 1 to 2 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് സാധാരണ ഒരു വ്യക്തി. അപ്പം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു കുപ്പിയിലെടുത്തിട്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും വെള്ളം കരുതുക. ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ OP എപ്പോഴും ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടാകും. എൻ്റെ OP തീരുന്നതിന് മുന്നേ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും അതിൽ 1.5 കുപ്പി വെള്ളം തീർന്നിട്ടുണ്ടാകും. അതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്ത് വെള്ളം വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുക. നമ്മൾ നടക്കുകയാണെങ്കിൽ സിപ്പ് ചെയ്യുക. അങ്ങനെ സിപ്പ് ചെയ്ത് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ഒരു 1 to 2 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര പ്രോട്ടീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഡോക്ടറെ, അതായത് ഇപ്പോൾ ഈ ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെ ഇത് സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ദിനം പ്രതി ഒരു 4 വീടെടുത്താൽ അതിലൊരു വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന, അതായത് കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ള കൃത്യമായി പ്രോട്ടീൻ കഴിക്കുന്ന അത്തരക്കാർക്കും ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? ഈ ജീനിലുള്ള വഴിയാണോ, അങ്ങനെയാണോ? സ്ഥിരമായി കേൾക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇപ്പോൾ ഒരു 10 പേരിരുന്ന് സിഗരറ്റ് വലിച്ചാൽ ഒരാൾക്കോ 2 ആൾക്കോ ക്യാൻസർ വരുന്നത്. അപ്പോൾ ബാക്കി 8 ആൾക്ക് എന്തുകൊണ്ട് വന്നില്ല, എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ജനറ്റിക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി കൊണ്ട് വരുന്നതാണ്, ജനിതക കോശത്തിൻ്റെ തകരാറ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ എന്നതിൻ്റെ അർത്ഥം പാരമ്പര്യമായിട്ട് അമ്മയുടെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ കിട്ടുന്നതല്ല ജനറ്റിക്. അതിൻ്റെ പേര് ഹെറിഡിറ്ററി എന്നാണ്, പാരമ്പര്യം. ജനിതക കോശങ്ങളുടെ തകരാറെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ മിനിറ്റിലും ഒരുപാട് DNA എന്ന് പറഞ്ഞിട്ടുള്ള ഘടകങ്ങളുണ്ട്. ആ DNA ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പയർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം നടത്തും. എവിടെ ഇത് കൃത്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ലേ അവർക്കത് ക്യാൻസറായി മാറും. അപ്പോൾ ഒരു പുക വലിച്ചു കഴിഞ്ഞാൽ DNA ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് 100 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഈ ക്യാൻസർ വരാത്തവരുടെ DNA ബോഡി ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്യണം. അപ്പോൾ ഇൻവേരിയബിളി നമ്മൾ കഴിച്ച ഭക്ഷണം കൊണ്ട്, അപ്പോൾ ഈ റെഡ് മീറ്റ് കഴിച്ചിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും 60 കൊല്ലമായിട്ട് ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി, പിന്നെ എനിക്ക് മാത്രം എന്തുകൊണ്ട് കുടലിൻ്റെ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, നിങ്ങളുടെ ബോഡിയുടെ DNA റിപ്പയർ നന്നായി നടക്കാതെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് വരുമ്പോൾ നിങ്ങൾ ക്യാൻസർ വരും. അപ്പോൾ അത് ആർക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നമ്മൾ എത്തിയിട്ടില്ല, നമ്മുടെ ഗവേഷണയിലേക്ക് എത്തിയിട്ടില്ല. അതിലേക്കൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഒരു ചിപ്പിൽ ബ്ലഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മ്യൂട്ടേഷൻസ് വരാനോ DNA റിപ്പയർ മോശമായിരിക്കുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതനുസരിച്ചിട്ട് ക്യാൻസർ വരുമോ എന്നുള്ളത് ഭാവിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ നമ്മളത് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു യൂണിവേഴ്സൽ പ്രിക്കോഷൻ പറയാനേ പറ്റുള്ളൂ. ഡോക്ടർ സുധീഷ്, അതായത് ഇപ്പം നിലവിൽ കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്നത് ഇപ്പോൾ അമ്മയോ ഭാര്യയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഡോക്ടർക്ക് നൽകാൻ കഴിയുന്നത് ഇത്ര ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡീസ് ഉണ്ടോ അവർക്ക് നൽകാൻ കഴിയുന്ന ഫുഡിനെ കുറിച്ച്?
അത് വീട്ടിൽ, അതായത് ഈ ക്യാൻസർ രോഗിയുള്ള വീട്ടിലുള്ള കൂടിയിരിക്കുന്നവർക്ക്, അതായത് അവരെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ്, അവർക്ക് നല്ലൊരു ട്രെയിനിങ് വേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗർഭിണി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഡോക്ടർമാരാവും. അവരുടെ അറിവുകൾ മുഴുവൻ ഇതിനകത്ത് പോറിയും. എന്നിട്ട് ഇത് കഴിക്കണം, അത് കഴിക്കണം, അത് കഴിച്ചാൽ ഇത് വരില്ല. ഇപ്പം പ്രത്യേകിച്ച് ഭക്ഷണത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മുത്തശ്ശിമാർ മുതൽ ഇപ്പോഴത്തെ ടീനേജേഴ്സായിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഡയറ്റീഷ്യൻസ് ആവും. ഇത് കഴിച്ചാലാണ് നല്ലത്, ഇത് കഴിച്ചാൽ. അപ്പം അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു രോഗിയായി ക്യാൻസർ എന്ന് പോട്ടെ, ഏത് രോഗമാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഫുഡേ കഴിക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു രോഗി എന്ന് പോട്ടെ, ഒരു വ്യക്തി ഒരു സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ പാറ്റേൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും അതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഭക്ഷണ രീതികളെല്ലാം മാറ്റി പുതിയൊരു രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ സ്ട്രോബെറി കഴിക്കാത്ത ഒരാളായിരിക്കും, സ്ഥിരമായിട്ട് പഴം കഴിക്കുന്ന ഒരാളായിരിക്കും. അവരുടെ നാളെ മുതൽ എല്ലാ ദിവസവും 4 സ്ട്രോബെറി കഴിക്കണം ചിലപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ ആ രോഗികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പിന്നെ ക്യാൻസർ രോഗം വന്ന രോഗികൾ, ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആയിക്കോട്ടെ, റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് ആയിക്കോട്ടെ, കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യൻ്റ്, ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വിശപ്പില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമായിരിക്കും. അതുപോലെ ഇപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. അപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഉമിനീര് കുറവായിരിക്കും, തൊണ്ട ഡ്രൈ ആയിരിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ പണ്ട് കഴിച്ച പോലെ ഒറ്റയടിക്കേണ്ട ഭക്ഷണം വിഴുങ്ങാൻ പറ്റണമെന്നില്ല. അപ്പം അവർക്ക് ചെയ്യേണ്ട കാര്യം ഒന്ന് ഭക്ഷണത്തിൻ്റെ ഫ്രീക്വൻസി. കാരണം ഇപ്പോൾ നേരത്തെ ഒരു 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ആ 4 ഇഡ്ഡലി കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇഡ്ഡലി കൊടുക്കുക, ഒരു അരമണിക്കൂർ മണിക്കൂറിൻ്റെ അടുത്തൊരു ഫ്രീക്വൻസി കൂട്ടുക, കുറച്ച് ചെറിയ അളവിൽ കൂടുതൽ തവണയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടെക്നിക്ക്. അവർക്ക് വിശപ്പില്ലായ്മയാണെങ്കിലും ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും രുചിയില്ലായ്മയ്ക്കുള്ളതാണെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളത്, അതായത് ഒരേ ടേസ്റ്റുള്ള സാധനം കൊടുക്കാതെ, ചിലവർ എനിക്ക് കഞ്ഞി മാത്രം മതി, കഞ്ഞി കുടിക്കുള്ളൂ എന്നുള്ള വാശി പിടിക്കുന്നവരുണ്ടാവും. കഞ്ഞി കൊടുത്തോട്ടെ, പക്ഷേ കഞ്ഞിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് അരയ്ക്കാമല്ലോ, വെജിറ്റബിൾസ് മിക്സ് ചെയ്യാം. ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ എന്തെങ്കിലും ഒന്ന് നല്ലോണം ഉടച്ച് അതിനോട് കൂടെ, അല്ലെങ്കിൽ ചെറുപയർ, അങ്ങനത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് കഞ്ഞിയോട് കൂടെ, അപ്പോൾ കഞ്ഞിയും പോവും, അതിൻ്റെ കൂടെ ഇതും പോകുന്ന രീതിയിൽ പറ്റും. അതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. ധാരാളം വെള്ളം കൊടുക്കുക, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ പൗഡർ, ഈ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാത്ത ഒരാളാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഇൻടേക്ക് കുറവാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ചില പേഷ്യൻസ് ട്യൂബ് വഴി ഭക്ഷണം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ മൂക്കിലോ അല്ലെങ്കിൽ വയറിലോ ട്യൂബ് ഇട്ടിട്ട് അതുവഴിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഭക്ഷണ ക്രമീകരണം തന്നെ വ്യത്യാസം ഉണ്ടാവും. കാരണം അവർക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ അവർലി ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ 2 അവർലി ആയിരിക്കും കൊടുക്കുക, ഒരു 100 മില്ലി ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ കിടക്കുന്ന കറക്റ്റായിട്ട് ആ ഭക്ഷണം കൊടുക്കുന്ന രീതികൾ, അപ്പോൾ അവർക്ക് പ്രത്യേക പ്രിപ്പറേഷൻ വേണ്ടി വരും. റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും എരിവുള്ള ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് വായിൽ റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ എരിവ് കൂട്ടാനേ പറ്റില്ല. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ പ്രിപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യം. ഇപ്പോൾ പലപ്പോഴും പല പേഷ്യൻസും പറയാറുണ്ട്, ഡോക്ടർ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കുന്നില്ല, ഇത് വാങ്ങിച്ചാൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ മതി. അതൊന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുക. പ്രോട്ടീൻ അളവ് കൂട്ടുക. പ്രോട്ടീൻ അളവ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെറുപയർ മുളപ്പിച്ച് ഉടച്ച് കൊടുക്കാം, കടലകൾ മുളപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ട എല്ലാ ദിവസവും ഒരു 2 മുട്ടയെങ്കിലും കൊടുക്കാം, പാല് കൊടുക്കാം, പ്രോട്ടീൻ പൗഡർ കൊടുക്കാം. പിന്നെ ഇനി വെജിറ്റേറിയൻസ് ആണ്, മുട്ട കഴിക്കില്ല, ഇറച്ചി കഴിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പനീർ പോലത്തെ ഭക്ഷണങ്ങൾ കൊടുക്കാം. നേരത്തെ പറഞ്ഞ തൈര്, പാല് ഇതെല്ലാം കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൊടുത്ത് അവരുടെ പ്രോട്ടീൻ, കാരണം അവർക്ക് പ്രോട്ടീനാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഹെൽത്തിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ, സർജറിയിൽ നിന്നാണെങ്കിലും കീമോതെറാപ്പിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പ്രോട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പൊതുവേ അവർ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും, ബ്ലഡ് കൗണ്ട്സ് കുറയുന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ റോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കുക്ക് ചെയ്തിട്ടല്ല കഴിക്കുക, വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിവതും തൊലി കളഞ്ഞ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് മുന്തിരി പോലത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, മുന്തിരി നമ്മളൊരിക്കലും തൊലി കളഞ്ഞ് കഴിക്കാറില്ല. നമ്മൾ എത്ര കഴിയില്ല എത്രത്തോളം അത് വൃത്തിയാവുന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. തൊലി കളഞ്ഞ്, ഇപ്പോൾ ഓറഞ്ച് പോലത്തെ ഭക്ഷണങ്ങളായിക്കോട്ടെ, അതൊക്കെ തൊലി കളഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. അത് അങ്ങനത്തെ കൊടുക്കുന്നത് കുറച്ചും കൂടെ അവരുടെ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക്കുകളും അലർജീസ് വരാനുള്ള റിസ്ക്കുകളും കുറച്ചും കൂടെ കുറവായിരിക്കും അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ. ഡോക്ടർ, അതായത് ഈ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ക്യാൻസർ അതിജീവിച്ച ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഡോക്ടേഴ്സിനും ഡയറ്റീഷ്യനും ഒക്കെ തന്നെ ആ രീതിയിൽ അതിനൊരു പങ്ക് വഹിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഒരു ആശുപത്രിയിലൊരു നമ്മൾ ചികിത്സിക്കുന്ന ഒരാൾ മാത്രമല്ല ഡോക്ടർ, ബാക്കിയുള്ള എല്ലാ ഹോളിസ്റ്റിക്കലി ആ രോഗിയുടെ മാനസികമായിട്ടും ഭക്ഷണക്രമങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സമയപരിമിതി കാരണമായിരിക്കാം മിക്കവരും അതിനുവേണ്ടി ഇത്ര സമയം ചെലവഴിക്കാത്തത്. പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല. അതിൻ്റെ പുറമെ ഇപ്പോൾ ഡയറ്റീഷ്യനും ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ലഭ്യമാണ്. ഇതിലൊരു ടേക്ക് ഹോം പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ഭക്ഷണം, ഇപ്പോൾ നിങ്ങൾക്കൊരു അസുഖം ഇല്ലെങ്കിലും അസുഖം വരാതിരിക്കാനും ഭക്ഷണം ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഓൺകോളജിക്കൽ പേഷ്യൻറ്റ് മാത്രമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇത് എടുക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം വ്യത്യാസപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിക്കേണ്ടതും നമ്മുടെ പ്ലേറ്റ് ഡിഫൈൻ ചെയ്യണം. ആ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ പാടുള്ളൂ കാർബോഹൈഡ്രേറ്റ്, ഇത്ര വേണം പ്രോട്ടീൻ, ഇത്ര ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ ഉണ്ടായിരിക്കണം ആ ഡയറ്റിൽ എന്നുള്ളത് നമ്മുടെ കുട്ടികൾ മുതൽ തന്നെ ആ ശീലം വളർത്തണം. എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ, അതായത് കൃത്യമായ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന, കൃത്യമായി പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള താരതമ്യേനയുള്ള ഇത് കുറവായിരിക്കുമോ? കുറവായിരിക്കും. കാരണം വി ആർ വാട്ട് വി ഈറ്റ് എന്നാണ് പറയുക. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന വയനാട്ടിലത്തെ സ്വന്തം കർഷകരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ രോഗികളായിട്ട്. അവരെന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നു. ഒരു പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ കീടനാശിനിയോ അടിക്കാത്ത ഭക്ഷണങ്ങൾ. എന്നാലും അസുഖം വരാം. അസുഖത്തിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വരില്ല അതുകൊണ്ട് വരില്ല എന്നൊന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും പൊതുവേ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഭക്ഷണവുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ഭക്ഷണം കഴിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുകയും നമ്മൾ ഈ മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് വരാതിരിക്കുകയും വന്നാൽ മുക്തി നേടാനും സഹായിക്കും. ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ അതുപോലെ ഡോക്ടർ സുധീഷ് ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.